ജീവിതത്തിന്റെ നല്ല ഭാഗം ബധിരർക്കും മൂകർക്കും മാത്രമായി മാറ്റിവെച്ച ഒരു അധ്യാപികയുണ്ട് കൊച്ചിയിൽ. കോടതി മുറികളിൽ ആംഗ്യഭാഷാ സഹായിയായും സിനിമാ സെറ്റുകളിൽ മൂക കഥാപാത്രങ്ങൾക്ക് ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തുമൊക്കെ പലരുടെയും ശബ്ദമായി മാറുകയാണ് സിസ്റ്റർ അഭയ. സിനിമയിലെ മൂക കഥാപാത്രങ്ങൾക്ക് ഡയലോഗ് പറഞ്ഞുകൊടുത്തും കോടതി മുറിയിലെ ബധിരരുടെ വാദങ്ങൾ വ്യാഖ്യാനിച്ചും 3.5 വയസ്സ് മുതൽ ബധിര മൂക വിദ്യാർത്ഥികൾക്ക് അഭയമായി മാറിയ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ അഭയ, എന്തൊക്കെയുണ്ട് സിസ്റ്ററെ വിശേഷം? നല്ല വിശേഷം. ഈ സ്കൂളിൻ്റെ പേര് ഇതാണ് ലോകം. ഈ കുട്ടികൾ ഇവരാണ് ഞങ്ങളുടെ സമ്പത്ത്. മാണിക്കമംഗലം സെന്റ് ക്ലെയർ ബധിര വിദ്യാലയത്തിലെ പ്രിൻസിപ്പാളിനപ്പുറം ഓരോ കുട്ടിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു സിസ്റ്റർ അഭയ. ഒരർത്ഥത്തിൽ ശബ്ദമില്ലാത്ത അവരുടെ ശബ്ദമായി തന്നെ മാറുകയായിരുന്നു സിസ്റ്റർ. വരുന്ന മെയ് 31-ന് മാണിക്യമംഗലം സെന്റ് ക്ലെയർ ബധിര വിദ്യാലയത്തിൽ നിന്നും സിസ്റ്റർ അഭയ പടിയിറങ്ങുകയാണ്. സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിക്കും അത് സമ്മാനിക്കുന്ന വേദനയും വലുതാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 11 കുട്ടികൾ വെച്ചാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇത്രയും കുട്ടികൾ, കുറേ കുട്ടികൾ പഠിച്ചിറങ്ങിപ്പോയി. അവരിപ്പോൾ നല്ല നിലയിലെത്തി. കുറേ പേര് കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പഠിച്ചിറങ്ങിപ്പോയ കുട്ടികളൊക്കെ നല്ല നിലയിലെത്തിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. 33 വർഷം മുൻപ് വെറും 11 കുട്ടികളുമായി ആരംഭിച്ച സ്കൂളിൽ ഇന്നുള്ളത് 240ഓളം കുട്ടികളാണ്. സ്കൂളിലെ അധ്യാപനത്തിന് പുറമെ സിനിമയിലടക്കം കഥാപാത്രങ്ങൾക്ക് ആംഗ്യഭാഷ പഠിപ്പിച്ചു കൊടുക്കാനും സിസ്റ്റർ സജീവമായി രംഗത്തുണ്ട്. ആദ്യം ചെയ്തത് ഊമ പെണ്ണ് ഉരിയാട പയ്യൻ എന്ന് പറഞ്ഞത് ജയസൂര്യയും കാവ്യമാധവനുമാണ്. അവരെ സൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെന്നൈയിൽ ഒരു നാൾ എന്ന് പറഞ്ഞ സിനിമയിൽ പാർവതി തിരുവോത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്പിരിറ്റ്, മോഹൻലാലിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മകൻ ഒരു ഡെഫായിട്ടുള്ളൊരു കുട്ടിയാണ്. അവൻ ആ രംഗത്തേക്ക് സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ പിന്നെ രാവണ എന്ന സിനിമയിൽ ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ മദ്രാസ് സർവകലാശാലയിൽ നിന്നും സർട്ടിഫൈഡ് കോഴ്സ് പൂർത്തിയാക്കിയ സിസ്റ്റർ അഭയ MG സർവകലാശാലയിൽ നിന്ന് PG ഡിപ്ലോമയും നേടി. LKG മുതൽ ബിരുദ കോഴ്സുകൾ വരെ പഠിപ്പിക്കുന്ന ഈ അധ്യാപികയാണ് ബൈബിളിന്റെ ആദ്യ മലയാള വ്യാഖ്യാനം നിർവഹിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.